ചോക്ലേറ്റ് ക്രീം കേക്കാണ്. അതിന് വേണ്ടി ഒരു ബൗൾ എടുക്കുക. അതിലോട്ടൊരു അരിപ്പ് വെച്ച് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് മൈദാമാവും പിന്നെ 2 ടേബിൾ സ്പൂണും കൂടെ വേണം. അങ്ങനെ 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദ. ഇതിങ്ങനെ നിങ്ങൾ കപ്പിൽ അളന്നെടുക്കുമ്പോൾ ഇതുപോലെ നിറയെ കോരി എടുത്തിട്ട് ഇങ്ങനെ വടിച്ചെടുക്കണം. ഇങ്ങനെ നിങ്ങൾ കപ്പ് എടുക്കേണ്ടത്. ഇപ്പോൾ 1/4 കപ്പ് 1/4 കപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇതിലോട്ട് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ കൊക്കോ പൗഡർ വേണം. ഇത് 1/4 കപ്പും 2 ടേബിൾ സ്പൂണും. അതും ഇതേപോലെ വടിച്ചാണ് എടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ടേബിൾ സ്പൂൺ എടുക്കുന്നെങ്കിലും ഇതുപോലെ നിങ്ങൾ വടിച്ചെടുക്കണം. ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ വടിച്ചെടുക്കണം ഇങ്ങനെ. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇത് ഞാനിങ്ങനെ 3 പ്രാവശ്യം അരിപ്പയിൽ ഇടഞ്ഞെടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഈ കൊക്കോ പൗഡർ എല്ലാം നന്നായിട്ട് മിക്സ് ആകും. ഇതിലോട്ട് പൊടിച്ച പഞ്ചസാര ചേർക്കണം. 1/4 കപ്പും 2 ടേബിൾ സ്പൂണും. ഈ 1/4 കപ്പ് 2 ടേബിൾ സ്പൂൺ ഞാൻ പറഞ്ഞത് പൊടിച്ചതിന് ശേഷമുള്ള അളവാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ നടുവ് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കണം. ഒരു വലിയ സൈസ് മുട്ട. ഇതിലോട്ട് 1/4 കപ്പ് മിൽക്ക്, തിക്കായിട്ടുള്ള മിൽക്ക് ആയിരിക്കണം. 1/4 കപ്പ് ഫ്രഷ് ക്രീം, അതുപോലെ 1/4 കപ്പ് ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/2 ടീസ്പൂൺ ഹണി. ഹണി ഒഴിച്ചാൽ ഈ മുട്ടയുടെ സ്മെല്ല് ഒട്ടും കാണത്തില്ല. ഇതൊന്ന് ഈ വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് കോഫി മിക്സ് ചേർക്കണം. അതിനുവേണ്ടി ഞാൻ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് തിളച്ച വെള്ളം അത് ഒഴിച്ചു കൊടുക്കണം. കാപ്പിപ്പൊടി ഇട്ട് തിളച്ച വെള്ളം ഇതിനോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇലക്ട്രിക് ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിൽ വെക്കണം. ആദ്യം ലോ സ്പീഡ്, പിന്നെ സ്പീഡ് കൂട്ടി കൊടുക്കണം. അങ്ങനെ 1 മിനിറ്റ് അടിച്ചാൽ മതി. ഇത് ഞാനിവിടെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ 8 ഇഞ്ച് സൈസിൻ്റെ ഒരു കേക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കണം. ഞാനിവിടെ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ തേക്കുമ്പോൾ ഈ സൈഡൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇത് നിങ്ങൾ ആദ്യമേ ചെയ്ത് വെക്കണം. ഇനി ഈ കേക്ക് ടിന്നിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട്. ഈ എയർ ബബിൾസ് എല്ലാം ഒന്ന് പോകുന്നതിന് വേണ്ടി ഞാൻ നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഈ ബാറ്റർ ഒഴിക്കുമ്പോൾ കേക്ക് പാനിൻ്റെ ഹാഫേ ഒഴിക്കാവൂ. കാരണം ഇത് നല്ലതായിട്ട് പൊങ്ങി വരും. അതുപോലെ ഓവൻ നിങ്ങൾ പ്രീ ഹീറ്റ് ചെയ്തിടണം നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുമ്പ്. എന്നിട്ട് ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യണം. അതിൽ നമ്മളൊരു 30 മിനിറ്റ് വെക്കണം. അത് ഓരോ ഓവൻ്റെയും ടെമ്പറേച്ചർ അനുസരിച്ച് മാറും. നിങ്ങൾ ഒരു 30 മിനിറ്റ് അതനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഞാനിത് ബേക്ക് ചെയ്യാൻ വെക്കുവാണ്. കേക്ക് ഇവിടെ ബേക്കായിട്ടുണ്ട്. ഇതുപോലൊരു കമ്പി വെച്ചോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ വെച്ചോ നിങ്ങളിങ്ങനെ കുത്തി നോക്കണം. ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ ഇത് ക്ലിയർ ആയിട്ട് വരണം. അപ്പോൾ നമുക്കിത് വെന്തെന്ന് മനസ്സിലാകും. നിങ്ങളുടെ ഓവൻ്റെ അനുസരിച്ച് ഇതിൻ്റെ ഈ വേവുന്ന സമയത്തിൽ വ്യത്യാസം വരും. അതുപോലെ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെയും ഒക്കെ അളവിൻ്റെ അനുസരിച്ച് നമുക്ക് ഈ ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം വരാം. പിന്നെ ഒരു 30 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതുപോലൊന്ന് കുത്തി നോക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി ഇതിലെന്തെങ്കിലും ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ തിരിച്ചു ഒന്നും കൂടെ വെക്കണം. ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ വെച്ച് ഉടനെ ഇത് തുറക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇത് പൊങ്ങത്തില്ല. ഇനി ഇതിലെ ഈ ടിന്നിൽ തന്നെ ഇതിരിക്കട്ടെ. നന്നായിട്ട് ആറി കഴിഞ്ഞിട്ട് നമുക്ക് ഈ കേക്ക് ടിന്നിൽ നിന്നിത് മാറ്റിയാൽ മതി. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ലതായിട്ട് അമുങ്ങുന്നത്. ഇത് ഷുഗർ സിറപ്പിന് വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ ഷുഗറും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് മെൽറ്റ് ആകുന്നിടം വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഷുഗർ സിറപ്പ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് റോസ്റ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ കുക്കിംഗ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. 150 ഗ്രാമിൻ്റെ മിൽക്ക് ചോക്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റും എടുക്കാം. അതുപോലെ വിപ്ഡ് ക്രീം വേണം.
വിപ്ഡ് ക്രീം എനിക്കിവിടെ വിപ്ഡ് ക്രീം പൗഡറാണ് കിട്ടിയത്. ഇത് ഞാനിവിടെ ഈ ഒരു കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി 1 കപ്പ് പിന്നെ വിപ്ഡ് ക്രീം പൗഡറിൽ 1 കപ്പ് തണുത്ത പാല് അതൊഴിച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോൾ ഇതുപോലൊരു ബൗൾ വെക്കണം. പിന്നെ ഈ ചോക്ലേറ്റ് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കണം. ഇത് മെൽറ്റ് ആവുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മെൽറ്റ് ആവണം. നിങ്ങൾ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനി ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ മിക്സ് ചെയ്താൽ നന്നായിട്ട് ഇത് ആറിക്കണം. ഇത് നല്ലതായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിലോട്ട് വിപ്ഡ് ക്രീം ഒഴിച്ചു കൊടുക്കണം. നമുക്കിതിലോട്ട് വിപ്ഡ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി. പിന്നീട് നമുക്ക് ബാക്കി വിപ്ഡ് ക്രീം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ വിപ്ഡ് ക്രീം ആണെങ്കിൽ ഇതിനൊരളവില്ല. നമ്മൾ കേക്കിന് ആവശ്യമുള്ള ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയുള്ളത് നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ എനിക്ക് വിപ്ഡ് ക്രീം പൗഡർ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ മെഷർമെൻറ്റ് പറഞ്ഞത്. ഞാൻ എടുത്തേക്കുന്നത് 1 കപ്പ് വിപ്ഡ് ക്രീം പൗഡറിലോട്ട് 1 കപ്പ് തണുത്ത പാല് അത് മിക്സ് ചെയ്ത് അതിൻ്റെ പകുതി ഞാനിപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി പകുതി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മളിനി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടത് ക്രീമാക്കണം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കണം. ഏകദേശം ഒരു 1-2 മണിക്കൂറെങ്കിലും വേണ്ടി വരും. ഇത് നന്നായിട്ട് തണുക്കുന്നിടം വരെ ഫ്രിഡ്ജിൽ വെക്കണം. കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. ഇത് നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ മേൽഭാഗമൊക്കെ കുറച്ച് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. എങ്കിലേ ഇത് ലെവലായിട്ട് ഇരിക്കത്തുള്ളൂ നമ്മൾ ഫ്രോസ്റ്റിംഗ് എല്ലാം വെച്ച് കഴിയുമ്പോൾ. ഇത് ഞാനിവിടെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ആ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും വിപ്ഡ് ക്രീമും കൂടെ മിക്സ് ചെയ്തത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വിപ്ഡ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കണം. നിങ്ങൾ വിപ്ഡ് ക്രീം ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കണം. ക്രീം ഇപ്പം നല്ല ഫോം ആയിട്ടുണ്ട്. വരുമ്പോൾ മതി. ഇനി നമുക്ക് കേക്കിലിത് തേച്ച് കൊടുക്കാം. ആദ്യം 1 പീസ് കേക്ക് വെക്കണം. ഇതിൻ്റെ മുകളിലോട്ട് ഈ ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കണം. ഈ ഷുഗർ സിറപ്പ് നന്നായിട്ട് ആറിയതിന് ശേഷമേ നമ്മളിങ്ങനെ തൂത്ത് കൊടുക്കാവൂ. ഈ ഷുഗർ സിറപ്പ് ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആവും. ഇനി ഇതിലോട്ട് ഈ ക്രീം വെച്ച് കൊടുക്കണം. ഇതിങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലോട്ട് മറ്റേ പീസും കൂടെ വെച്ച് കൊടുക്കണം. ഇതിലോട്ട് ഈ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ മേലെ ഈ ഫ്രോസ്റ്റിംഗ് വെച്ച് കൊടുക്കണം. അപ്പം മേളിൽ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് ഏറെ വെക്കണം. എന്നിട്ട് ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് സൈഡിൽ കൂടി ഇങ്ങനെ കൊണ്ടുവരണം. ഞാൻ ഫ്രോസ്റ്റിംഗ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഇനി ഇതിലോട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചോക്ലേറ്റ് ചിപ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വെച്ച് കൊടുക്കേണ്ടെന്ന് കാര്യമില്ല. ഞാൻ ചുമ്മാതെ ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ചെന്നേ ഉള്ളൂ. ഈ കേക്ക് നിങ്ങൾ ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.